ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാം നല്ല പരിചയമുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഞാൻ എങ്ങനെയാണോ തയ്യാറാക്കുന്നത് ആ രീതിയിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ആ ഉരുളക്കിഴങ്ങ് ഒരേ വലിപ്പത്തിൽ മുറിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പല വേവായി പോകത്തില്ലേ. അതിലേക്ക് ഇടുന്നത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയുള്ളി കനം കുറച്ച് അരിഞ്ഞതാണ് അതിലോട്ട് പിന്നെ ചേർത്തത്. പിന്നെ ഇത് 1/2 സ്പൂണിൻ്റെ അളവ് സ്പൂണാണ്. അപ്പോൾ അതിന് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് തൽക്കാലം ഇടുന്നുണ്ട്. ഉപ്പ് പക്ഷേ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്തോണേ. കഷ്ടിച്ചൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു ടീസ്പൂണാണ് ഇപ്പം മുളക് പൊടി ചേർക്കുന്നത്. പക്ഷേ പിന്നെ ഞാൻ ഒരു 1/2 സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം മൊത്തം മുളക് പൊടി വേണ്ടത് 1.5 ടീസ്പൂണാണ് ഞാൻ എടുത്തത് കേട്ടോ. പിന്നെ ചെയ്യേണ്ടത് ഒരു കടായി ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വേറെ ഏതെങ്കിലും എണ്ണയാണ് താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്നത്, നമ്മൾ കിഴങ്ങ് ആദ്യം വേവിച്ചിട്ട് പിന്നെ ഉള്ളി വേറെ മൂപ്പിച്ച് അതിനകത്തോട്ട് കിഴങ്ങിട്ട് മൂപ്പിച്ചെടുക്കുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്താലും ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കേട്ടോ. ശരിക്കും എനിക്ക് തോന്നുന്നു ഇതാണ് കുറേ കൂടെ ടേസ്റ്റ് കൂടുതലെന്ന് തോന്നിക്കുന്നു. ഇപ്പം മുളക് പൊടി ഇടിച്ചിട്ട് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ കൂടി ഇടുന്നുണ്ട്. അപ്പോൾ മൊത്തം ഇപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടിയായേ. അപ്പോൾ ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് മൂടി വെച്ച് വേവിച്ചിട്ട് പിന്നെ അത് തുറന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെയും ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് നമ്മൾ അടപ്പ് കൊണ്ട് മൂടി പിന്നെയും കുറച്ച് നേരം അങ്ങനെ വേവിക്കുക. അത് കറക്റ്റ് വേവിലെടുക്കുക എന്നുള്ളതാണ്. ഒട്ടും കുഴഞ്ഞു പോകരുത് ഉരുളക്കിഴങ്ങ്. കാരണം പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകുന്ന ഒരു കാര്യമാണല്ലോ ഉരുളക്കിഴങ്ങ്. അതുകൊണ്ട് അതിൻ്റെ വേവ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് അത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, ഉരുളക്കിഴങ്ങ് ചെത്തി നേരെ വെള്ളത്തിലോട്ടേ ഇടാവുള്ളൂ കേട്ടോ. ആ തൊലി ചെത്തി വെള്ളത്തിലിടുക. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ കഷ്ണമാക്കി കഴിഞ്ഞിട്ടും കൊച്ചു നമ്മൾ കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് കൊച്ചു പീസസ് ആക്കുമല്ലോ, അത് കഴിഞ്ഞിട്ടും അത് വെള്ളത്തിലോട്ട് തന്നെ വേണം മുറിച്ചിടാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കറുത്തു പോവും. എനിക്കറിയാം ഇത് 99% ആൾക്കാർക്കും, ഇത് കാണുന്ന ആൾക്കാർക്കും അറിയാവുന്നതാണെന്ന് എനിക്കറിയാം. എന്നാലും ഒരു 1% തുടക്കക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോയിലും ഈ കൊച്ചു കാര്യങ്ങൾ വരെ പറയുന്നത് കേട്ടോ. ഇപ്പം എൻ്റെ മോളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എല്ലാം ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. വളരെ ചുരുക്കം ചില സാധനങ്ങളെ ഉണ്ടാക്കാൻ അറിയുള്ളൂ. അപ്പോൾ തുടക്കം ഒരാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വിശദമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ആർക്കും ഒന്നും തോന്നരുതേ. അപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഒരു കഷ്ണം എടുത്ത് ഞാൻ നോക്കി, കിഴങ്ങ് വെന്തോ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ സ്പാച്ചുല കൊണ്ട് തന്നെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചിലർക്ക് അതൊട്ടും മൂക്കാതായിരിക്കും ഇഷ്ടം. പക്ഷേ ഇവിടെ ഞങ്ങൾ നന്നായിട്ട് ഒരുമാതിരി എത്രയും പറ്റുമോ അത്രയും പറ്റുന്ന അത്രയും മൂപ്പിച്ചേ എടുക്കാറുള്ളൂ. പക്ഷേ മൂപ്പിച്ചെടുക്കുമ്പോൾ വളരെ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. മൂക്കും തോറും ആ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിക്ക് നല്ല രുചിയാവും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത് കേട്ടോ. ഇത് ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, നന്നായിട്ട് ആ മുമ്പിലത്തെ ആ ഒരു മട്ടൊക്കെ അങ്ങോട്ട് മാറിയിട്ട് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതൊട്ടും എരിവ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇവിടുത്തെ ഒരു കണക്കിന് അത് പരുവാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് നിറം കൂടുതൽ എനിക്കും തോന്നിച്ചു. ക്യാമറയിൽ കൂടെ കാണുമ്പോൾ കുറച്ച് നിറം കൂടുതൽ തോന്നിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ഇട്ടേച്ചാൽ മതി. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലും എൻ്റെ റെസിപ്പീസും പ്രയോജനം ചെയ്യുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വേറെ ഒരു വീഡിയോയുമായിട്ട് നാളെ കാണാം. താങ്ക്